എടാ നായിന്റെ പട്ടി മെറ്റ മോനെ എടാ മെറ്റിയാടാ പുണ്ടച്ചി മോനെ നീ എന്തിനാ എന്റെ കലയിൽ ഇടുന്നതും എടാ നിന്റെ കൂടെ വണ്ടി കയറി നീ എല്ലാത്തിനും എന്നെ ഇടുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു നിന്നോട് എടാ കണ്ണമ്മൻ നിന്നെ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടെ ആര് വിളിച്ചില്ലെന്ന് ഞാൻ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടെ ഞാൻ വിളിച്ചില്ലല്ലോ വരുമല്ലോ പക്ഷേ ഓ എടാ ദൈവം വന്ന് ഇപ്പൊ വരാവേ ഓ ഹലോ ആ ദൈവത്തിന്റെ അടുത്ത് പറയണ്ടേ കണ്ണാപ്പി അല്ലേ നീ ഒന്ന് പറയോ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് മേലെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ വലിയ സിറ്റിലാ 10 വരെ ഉള്ള മതി കുഴപ്പമില്ല ഞാൻ മേളിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ കണ്ണമ്മൻ ഇന്ന് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസ് ആയി പോയേട്ടാ കണ്ണമ്മൻ ഞാൻ ഒരു 5 കോടി രൂപ തരാം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു 10-20 ലക്ഷം രൂപ 2 കാറും കുറച്ച് പിള്ളേരെ സെറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷം ചെയ്തരണേടാ പൈസ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം ഞാൻ ഇപ്പൊ നമ്മുടെ HR വരുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓക്കെ ആവശ്യമായിട്ട് വരുമ്പോ ഒരു കേക്കും കുറെ പിള്ളേരും എല്ലാരും വിഷ് ചെയ്യാൻ ഒരു കാറും വേണം ഒരു 3-4 ഗേൾസ് ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും കേട്ടോ 5 ഒപ്പിക്കാം ഞാൻ 5 കണ്ണമ്മോൻ എനിക്കറിയില്ലേടാ നിന്നെ ബർത്ത്ഡേക്ക് എന്തും നമ്മൾ സഹായിച്ചു എടുക്കണമെന്നല്ലേ ആവശ്യം പക്ഷെ നമ്മുടെ ബർത്ത്ഡേക്ക് ആരും ഇല്ലായിരുന്നു ആവശ്യം നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി പോയിട്ടുണ്ടല്ലേ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആകാൻ ഞാൻ ചമ്മടിക്കൂടാ ഞാൻ എന്നാ പോയി 5 പെമ്പിള്ളാര് ഞാൻ ഒരു കാര്യം പറയാം 5 പെമ്പിള്ളാരും 1-2 ആമ്പിള്ളാരും മതി ബാക്കി വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ആകെ ഇപ്പൊ സിറ്റിയുള്ള അമ്മിണി പൂത്തിരി ലില്ലി ശ്രീകുട്ടി 3 പേരേ ഉള്ളു പൂത്തിരി ലില്ലി അറിഞ്ഞൂടെ ഇല്ല നല്ല കൊച്ച ചൈല ചിരിയ പിന്നെ മുട്ടയും ഫ്രീയാ മുട്ടയും ഉണ്ട് നീ ഉമ്മാര് പോസ്റ്റ് അടിച്ച് നിക്കണേ ഹാപ്പി ബർത്ത്ഡേ ബാബു മമ്മൂട്ടി ഓ ഏതാ കണമോനെ ഏതാ നിന്റെ പല ഫ്രണ്ട്സ് ഒക്കെ അയച്ചാരല്ലേ ഇപ്പൊ സിറ്റിയിൽ ആരില്ല ഇപ്പൊ ഞാൻ മാത്രമേ നമ്മളില്ല ഇപ്പൊ നമ്മളില്ല സോറി ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞാണ് മൈൻഡ് ചെയ്യണ്ട ഹലോ ആരായിരുന്നോ താങ്ക് യു ലൈവ് ഒക്കെ പോവാണോ ബർത്ത്ഡേ ആയിട്ട് അതെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് ഇത് ആരായിരുന്നു ഞാൻ കൽഗ നമ്മൾ പരിചയമില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളെ പറ്റി ഭയങ്കര കാണാന്ന് കൊറേ ആയി വിചാരിക്കുന്നു ഓ ആരോ കണ്ടപ്പോ തന്നെ ഇറങ്ങി പൊക്കളഞ്ഞു എന്നെ അത്രയ്ക്ക് മോശമാണ് ഞാൻ അയ്യോ അവൻ മോശമാണ് അത് പിന്നെ പ്രശ്നമില്ല സീനല്ലേ ഓ എങ്ങനെ അറിഞ്ഞു ബർത്ത്ഡേ കാര്യം പുറത്തത്തെ കാര്യം ഇവിടെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഓ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പോ കൽഗ നൈസ് മീറ്റ് അപ്പോ ഫസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന കൽഗയാണ് ഏകദേശം 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ലൊക്കേഷൻ ശരിയായിരിക്കും വരണം കേട്ടോ ഓ ഷുവർ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എന്റെ ഒരു ബർത്ത്ഡേ പരിപാടി ആയിട്ട് തുടങ്ങട്ടെ അത് അത്രേ ഉള്ളൂ ഓക്കെ 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 ഒറ്റയ്ക്കാണ് വേറെ ഇല്ലേ അത് ഒറ്റയ്ക്ക അതിനെങ്ങോട്ട് ഒറ്റയ്ക്കെന്ന് പറഞ്ഞാ പോരെ അത് ഒറ്റയ്ക്കാ പറഞ്ഞോടാ മനെ ഈ ബർത്ത്ഡേയിൽ എത്രാമത്തെ വയസ്സാ ഇപ്പോഴോ 23 കണ്ണാപ്പി 7 വർഷം മുമ്പേ ആളില്ല കണ്ണാപ്പി നമുക്ക് അത്ര പ്രായമുള്ള നിനക്കും അറിയാം എനിക്കും അറിയാം അങ്ങനെയാണെ 23 മൂത്താണോ പക്ഷെ അതത്രേ ഉള്ളൂ 23 പിന്നെ 2 വയസ്സും കൂടെ എനിക്ക് നിന്റെ അനിയനാവാൻ വയ്യ അതുകൊണ്ടാ അല്ലല്ല എനിക്ക് 26 വയസ്സുണ്ട് 27 എനിക്ക് 27 ഹലോ ഹാപ്പി ബർത്ത്ഡേ ഓ താങ്ക് യു ഇതാരായിരുന്നു കണ്ണപ്പി ഇത് ലില്ലിയാണോ മനസ്സിലായ മറ്റേ കൊച്ച് ഏതില്ല കൊച്ച് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല ഇങ്ങനത്തെ കുറെ കണക്ഷൻ ഇതാരായിരുന്നു കുട്ടി അമൂല്യ അമൂല്യ അമൂല്യാണോ
അമൂല്യ താങ്ക് യു സോ മച്ച് അപ്പോ അമൂല്യ ഗേൾസിനോട് അധികം സംസാരിക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഫുൾ കോളാണല്ലേ ആവശ്യം. എടാ നായേ എല്ലാ പേജ് പോസ്റ്റിലെ കോള് വരുമല്ലേ ഹലോ ഡയറക്റ്റ് വിളിക്കാം. ഹലോ 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 ബാബുശേട്ട് എല്ലാവരും happy comment birthday. താങ്ക് യു ബ്രോ താങ്ക് യു ആ, ദേ, എളുപ്പം പറഞ്ഞ വർഷം നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട് ബ്രോ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ ബൈ അങ്ങനെ നമ്പർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബാബുസേട്ടന് ഇപ്പൊ തന്നെ ഒരു 100 കോൾ വരും കേട്ടോ. ബാബുസേട്ടൻ അതല്ല പ്രശ്നം ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോസ്റ്റ് വരെ ഇട്ടത് ബാബുസേട്ടൻ ഫ്ലൈറ്റ് മോഡ് ഇടും, ഫ്ലൈറ്റ് മോഡ് ഇടും. എടുക്കും ആവശ്യമായിട്ടത്. ഹലോ ഹലോ എല്ലാരും മൊത്തം വിളിക്കും. ആ ഹാപ്പി ബർത്ത്ഡേ ബാബുസേട്ട്. താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ആ ഓക്കെ ഓക്കെ Okay. വെൽക്കം വെൽക്കം. ആ ഓക്കെ 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 Okay. വെൽക്കം വെൽക്കം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആരായിരുന്നു എന്തോ എടുക്കും ആവശ്യം എടുക്കും. ബാബുസേട്ടൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ഓക്കേ. നായ നീ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് എടുക്കും ആവശ്യം എടുക്കും. പാവല്ലേ അവന്മാര്. എത്ര ബുദ്ധിമുട്ടിയാ വിളിക്കുന്നേ. രണ്ട് പെണ്ണ് സെറ്റ് ഇനി 3 പേരും കൂടെ സെറ്റ് ചെയ്താൽ ബർത്ത്ഡേ കേക്ക് കട്ടിയാം 3 പേര് സെറ്റാണോ ആവശ്യം? എവിടെ നീ വണ്ടി എടുത്ത് ഒരു ബൈക്ക് എടുത്ത് കറങ്ങിട്ട് വരാം ബാബുശേട്ടനെ കാണാൻ ജെനിഫർ വരുന്നുണ്ട്. ആണോ ജെനിഫർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടറിയോ? ആ. ജെനിഫർ എന്നെ വിളിച്ചു പറഞ്ഞേ ആ ജെനിഫർ ഒറ്റയ്ക്കാണ് ബാബുശേട്ടന്റെ കേക്കൊക്കെ മുറിക്കുന്നത്. അത് ജെനിഫറിന്റെ അപ്പാർട്ട്മെന്റിലാണ് നടത്തുന്നതെന്നാ പറഞ്ഞത്. ഇപ്പോഴോ അതെപ്പോ ബാബുശേട്ടന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പ്രിയാമ്മ പറയാനാണ് പറഞ്ഞത്. ജെനിഫർ അപ്പാർട്ട്മെന്റിൽ നിൽക്കും, ബാബുശേട്ടൻ കയറി ചെന്നാ മതി എന്നാ പറഞ്ഞേ. ഒറ്റയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞേ. ജെനിഫർ പേരെന്താണ് ആനാണോ പെണ്ണാണോ നീ ആയതുകൊണ്ട് ചോദിക്കുക പണ്ട് ജെനി എന്ന് വിളിക്കത്തില്ലേ? ഓ ജെനിഫർ ഓ അത് തന്നെ, അത് തന്നെ. നീ എന്നെ മുഞ്ചിക്കാൻ നോക്കല്ലേ എനിക്ക് വള്ളി കേസൊന്നും വേണ്ട കേട്ടോ വള്ളിയല്ല നല്ല കൊച്ചാ, തക്കിട് മുത്ത പോലത്തെ കൊച്ചാ. ആണോ ഉറപ്പാണോ ആ നീ ഇത്തിരി സ്നേഹത്തോടെ അങ്ങനെ കൊണ്ടുവച്ച് തരത്തില്ലേ ഞാൻ പറഞ്ഞേ ആ. ബാബുശേട്ടാ അവിടെ current ഫ്ലൈറ്റ് പോയതാണോ? മോഡിൽ മറ്റേ അവള് വിളിക്കും. ആണോ ആ ഫ്ലൈറ്റ് മോഡി ഇടല്ലേ, ഇപ്പൊ ആ കോളിന്റെ ശമനം കുറഞ്ഞാണ് മനസ്സിലായി. ഓക്കെ മാറ്റി അവള് വിളിക്കും. ഇപ്പൊ അവള് എടാ, ഈയിടയ്ക്ക് അവള് വന്നേ ഇത്ര പക്ഷെ നാൾ അവളുടെ സിറ്റിയിൽ ശബ്ദം മാറി ഇല്ലാതെ ഇപ്പൊ. നിന്നിട്ടും പെമ്പിള്ളേരത്ത് ഇത്ര ഡിമാൻഡോ എനിക്ക് ബാബുശേട്ടാ, വിശ്വസനീയം. ആ അവളുടെ ശബ്ദം അതെന്തരാ ഇല്ല കണ്ണപ്പി ഞാൻ ഒരു കാര്യം പറയട്ടെ അറിയാലോ. നിനക്ക് ഗേൾഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ആവശ്യട്ടെ അന്നൊന്നും അറിയാലോ, ടിവിയിൽ ഒറ്റ സിഗ്മ ക്യാരക്ടർ ഉള്ളത്. അതെന്റെ കണ്ണമ്മോനെയാണ് അതെനിക്കറിയാം അതൊക്കെ അത്ര ഉള്ള ആവശ്യമാണ്. അന്നൊന്നും പെണ്ണിന്റെ മുഖത്ത് പോരെ നോക്കിയിട്ടില്ല. 3 പെമ്പിള്ളാരാണ് വെളിയിൽ വീശിയിരുന്ന കരഞ്ഞത് അല്ലേ അത് പറയാൻ പാടില്ല ഓസിൽ പറയാൻ പാടില്ല പക്ഷെ ഈ സാഹചര്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ നീ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തും എനിക്ക് ഓർമ്മ ഉള്ളത് പറഞ്ഞു ഇനി പറയില്ല അനാവശ്യ ബ്ലെയിമിങ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാ നീയും പുറത്തു പോകേണ്ടതായിരുന്നു ഗ്യാങ്ങിൽ അന്ന് മുരളിയെ കാല് പിടിച്ച് കരഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇല്ലാത്ത കള്ളക്കഥകൾ പറയല്ലേ. ആ ഹലോ അയ്യോ നിങ്ങളാണോ ബർത്ത്ഡേ? ഇതുണ്ട് യെല്ലോ പേജ് ഉണ്ട്. ആ അതെ എന്റെ ബർത്ത്ഡേ അല്ല ബ്രോ, ഈ പച്ച ഷർട്ടിന്റെ ബർത്ത്ഡേ ആണ്. ആണോ? ആ ഹാപ്പി കണ്ണാപ്പി ദേവി. ഞാനാണ്. അവൻ ജനിക്കാൻ പാടില്ല ഇതിപ്പോ അവന്റെ ബർത്ത്ഡേ ആണ്. ആ എല്ലാരും ഇങ്ങനെ വിഷയമായിരുന്നു. ഇന്നോടെ എന്റെ ബർത്ത്ഡേ ആക്കി കുറച്ച് നേടായിരുന്നു ആവശ്യം. നീ കൊറേ നേടുന്നുണ്ടേ. ഹലോ 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 ആരായിരുന്നു? ജെനി. ഓ ജെനിയാണോ? ഇനി അങ്ങനെ പോകുന്നു. എനിക്ക് ഇങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓരോ ശബ്ദത്തിൽ ഇതല്ലേ നിങ്ങളെ ബർത്ത്ഡേ ചുമയുണ്ട്. ചുമച്ചോളൂ പ്രശ്നമില്ല ചുമച്ചോളൂ. 1-2 ചുമയൊക്കെ ആവാം. പിന്നെ എവിടെ ഉണ്ട്? ഇപ്പം
മുതുക്കിലുണ്ട്, പക്ഷെ അർജന്റായിട്ടൊന്ന് മുള്ളാൻ പോണം. പോയിട്ടോ ആ, ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം. പിടിച്ചെടുത്തല്ലേ? ഇല്ല, അത് ശരിക്കും വന്നേ. ഒന്ന് മുള്ളിട്ട് വരാം. ഉണ്ടല്ലേ? ഹലോ ഹലോ ഹലോ, ഇപ്പോഴാണ് തെളിഞ്ഞത്. അല്ലല്ല അലീനല്ല പാത്തു. ഏ, നീ ഇറങ്ങ്, ഇത് ബാബു ഷെട്ടിന്റെ ഗിഫ്റ്റ് ആണ്, ഇറങ്ങ്. ഓ, എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നാണ് പാത്തോ. താങ്ക് യു സോ മച്ച് പാത്തോ. പക്ഷെ ബാബു ഷെട്ട് താക്കോല് കളഞ്ഞു, അപ്പൊ എച്ചമർത്തി ഒന്ന് സ്റ്റാർട്ടാക്കി. അത് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല. അപ്പുറത്തെ പറമ്പെന്ന് കിട്ടിയാന്നുള്ളൂ. പോയായിരുന്നു. ഞാൻ തപസ്സപ്പോ ദൈവം വന്നപ്പോ ഈ അത്ഭുത ജീവിയുടെ സ്കൂട്ടർ തന്നു. ഓ, താങ്ക് യു സോ മച്ച് പാത്തോ. ബാബു ഷെട്ട് ഓ, സുന്ദരനായിട്ടുണ്ടല്ലോ, എത്ര നാളായി കണ്ടിട്ട്. ഓ, അങ്ങനെ പോകുന്നു. എന്ത് ചെയ്യണം, ദൈവം ഓരോ വർഷം പ്രായം കൂടുമ്പോഴും സൗന്ദര്യമാണ് എക്സ്ട്രാ തരുന്നത്. ബാബു ഷെട്ട് ഇതൊക്കെ തിന്നുകഴിഞ്ഞാലുണ്ടല്ലോ ഇനി സൗന്ദര്യം കൂടും. കിട്ടുന്നുണ്ടോ ഞാൻ തരുന്നത്? ഇല്ല. എന്നാ വണ്ടിന്ന് ഇറങ്ങണം. ഓക്കെ ഓക്കെ. അയ്യോ, നടു റോട്ടിൽ ഇറങ്ങിയാ വണ്ടി ഇടിച്ചു ഓ, പോകും. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, സൈഡിൽ ഒതുക്കാം. ബാബു ഷെട്ട് സുഖാണോ? അങ്ങനെ പോകുന്നു പാറ്റോ, എന്ത് പറയാനാണ്. പിന്നെ ഡിമാൻഡൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ ബാബു ഷെട്ടൊക്കെ നല്ല ഡിമാൻഡുള്ള ആളല്ലേ, അല്ല കണ്ണാ? ആ, വയസ്സാവുന്നവരുടെ ഡിമാൻഡ് കുറയും. ബാബു ഷെട്ടിനെ കിട്ടിയോ ഞാൻ തരുന്നത്? കെട്ടിയോന്നോ? ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടാം, നിർബന്ധിച്ചാൽ കെട്ടാം അല്ലേ? ഇതില് കുറെ പേഴ്സ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ, കെട്ടണം. അല്ലോ, ഇറങ്ങ. അങ്ങോട്ട് പോയി. അല്ല അതല്ല, ഇത് ഞാൻ വേറെ ആളാണെങ്കിലും ഇറങ്ങ. വണ്ടി എന്റെ ആണ്. അതാ. ആ, വണ്ടി ബാബു ഷെട്ടില്ല, നീ ഇറങ്ങി കൂടെ. വണ്ടിയാണ്. എന്താ ചെയ്യുന്നത്? ആ, കുഴപ്പമില്ല. കുറച്ചിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാരേജിൽ നിന്ന് എടുത്തോളാം. ആ, ഇതാരായിരുന്നു? ഹലോ ഹലോ. പോയി തിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. ആരായിരുന്നത്? ഹലോ, ഗിഫ്റ്റ് വാങ്ങിക്കൂടെ? വാങ്ങാം. അലീനയോ? അലീനയൊക്കെ വന്ന ഗിഫ്റ്റ് എന്താ? അത് മിണ്ടാതിരുന്നാലും മുഖം മാറണ്ടേ? അലീന എന്തൊക്കെ ചെയ്തും കഴിയും. വൃത്തിയിട്ട മോന്റെയും അലീന ഉമ്മതൊരു മൂളലും മൂളിയാ പോലെ വൃത്തിയിട്ട സൗണ്ട് ഞാൻ കേൾക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് മനസ്സിലായി അലീനായിരുന്നു. ഇതെന്റെ കൂട്ടുകാരൻ തങ്ക. അലി സുഖല്ലേ? സുഖാണ്. ഒരു മിനിറ്റ്. തങ്കമ്പുറം ഒന്ന് ഇങ്ങോട്ട്. ഞാൻ പാത്തു. ഒറ്റ കാര്യം പറയാലോ, തങ്കന്റെ അണ്ടി SRK. ജെനിഫർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് ബാബുശ്ശേന്റെ അടുത്ത് അപ്പാർട്ട്മെന്റ് വരാൻ എന്റെ അടുത്ത് പറഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടിക്കോട്ടെ, ഞാൻ പോകുന്നുണ്ട്. അത് ഇപ്പൊ കുറച്ചുപേരെ ജെനി കാണത്തുള്ളേ, അപ്പൊ ഒന്ന് കണ്ടേച്ചപ്പോ ബാക്കി പാർട്ടി തെറ്റിയല്ലോ. ആ, ഉറപ്പിട്ട് അങ്കി അങ്ങോട്ട് പോയിട്ട് വരാം. ഞാൻ അന്യന്റെ കൂടെ കയറി നോക്കാറില്ല. അന്യന്റെ കൂടെ അല്ലടാ, ബാബുവിന്റെ കൂടെ വിളിക്കുന്നത്. നീ വാ. അപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്കല്ല ആവശ്യം പറഞ്ഞേക്കുന്നേ. ബാബു അത് ഒറ്റയ്ക്കെല്ലാം പറഞ്ഞ ഒറ്റയ്ക്കല്ലുണ്ട്. വരട്ടെ. എത്രയായിരുന്നു? അതെ, ശബ്ദം ഇത് ഞാനും വരുന്നു. വേണ്ട. കണ്ണമണി, നമ്മൾ ഒരേ ബ്ലഡ് ആണ്. അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ബേസ് വാങ്ങാൻ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നേ നല്ലത്. ചിലപ്പോഴേ പറയാൻ പറ്റില്ല, ആ കൊച്ചു നല്ല രീതിയിൽ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴേ ചിലപ്പോ കൂടെ പരിചയക്കാരുണ്ടെങ്കിൽ ചിലപ്പോ വിഷ് അത്രയും ഡീപ്പായിട്ട് പറയണമെന്നില്ല. അത് മനസ്സിലായി. ഇത് ഏറ്റവും താഴോട്ട് 3 3 സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഏറ്റവും താഴെ പോയിട്ട് ഏറ്റവും താഴെ അല്ല, ഏകദേശം മിഡിലായിട്ട് വരും. 1 സീരീസ് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് 3 സീരീസ് എടുത്തു. 3 റൂമിലോട്ടൊക്കെ പോണെന്നൊക്കെ. അപ്പൊ കളി തന്നെ. ഇവ എന്താ പറയുന്നത്? 3349 കേറിക്ക്. കണ്ണമണി, ഈ ഹെഡ്സെറ്റും കണ്ണാടിയൊക്കെ കൂടെ ഊരി വെച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇപ്പൊ കണ്ണമാമ ഞാൻ പോയിട്ട് വരാം കേട്ടോ. കേറിക്ക് 3349. 3349 ഒരു കയറാ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴേ കൈ വേദനിക്കണ്ടാ.
കണ്ണമണി അപ്പൊ എല്ലാവരും അനുഗ്രഹങ്ങളും കേട്ടോ. ശരി, എല്ലാവിധ അനുഗ്രഹങ്ങളും കേറിക്കോ. ബാബു ആക്രാന്തം കാണിക്കല്ലേ. അതാരാ അത് ആക്രാന്തത്തിനെ പറ്റി സംസാരിക്കുന്നേ? എടാ റൂം അടച്ചടാ. ഇതിപ്പോ അവള് അതൊക്കെ ഇപ്പൊ തുറന്നു തരും. ആണോ? ഒന്ന് കൊട്ടാൻ വെയിറ്റ് ചെയ്യല്ലേ. ഡോറ് തുറന്ന് കണ്ണാ. ഓ എന്റെ വേർത്തം കയറിപ്പോ ആ സമയത്ത് എടാ കരിമേനി. അവിടെ കാണും. കഴിവേര് കണ്ണാ, നീ എന്തിനാ വന്നത്? കണ്ണാ കണ്ണി പഠിക്കാനോ ചെയ്യാൻ പറ്റാ. അല്ല ഇത് ഇതിനകത്തൊരു പെടുന്നൊരു പക്കി പറന്ന് കയറിയായിരുന്നേ. ആണല്ലേ? ആ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അലീന. അല്ല ജെനി. എനിക്ക് സത്യം പറഞ്ഞ എന്റെ ജനിച്ച ദിവസം ജെനി എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ജനിക്കാൻ വേണ്ടി കാത്തിരുന്ന് തന്ന പോലെ ഉണ്ട് കേട്ടോ. സത്യം ജനിച്ചാ മതിയായിരുന്നു ജെനിയുടെ കൂടെ. എനിക്ക് ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് ആഘോഷിക്കായിരുന്നല്ലോ ജെനി. ഇതിപ്പോ ഷുഗർ കട്ടാണ്, എന്നാലും പ്രശ്നമില്ല, കുറച്ച് കേക്കാവാം. ഞാൻ ഒന്ന് ഓടിക്കോട്ടെ? ഓടാനല്ല, ഊതിക്കോട്ടെ ക്യാൻഡിൽ. അണയുന്നില്ലല്ലോ. ഇതൊരു അണയ വിളക്ക് വരെ ഇരിക്കട്ടല്ലേ? അപ്പോ താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ കേക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജെനി. അപ്പോ ഇനി അടുത്ത വർഷം ജനിക്കുന്ന സമയമാകുമ്പോ ഞാൻ വന്നേക്കാം കേട്ടോ. താങ്ക് യു. ഇനി അവിടെ ശരിയാകത്തില്ല. അയ്യോ ഇറങ്ങട്ടെ എങ്ങനെ പെട്ടെന്ന്. അതെ ഞാൻ എന്തോ എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ. നീ പോയില്ലേ കണ്ണാ? ഇതെങ്ങനെ എണീറ്റിക്കുന്നേ നീ? എനിക്കൊന്ന് ലെഫ്റ്റ് കൺട്രോളോ എനിക്ക് റൈറ്റ് കൺട്രോളോ നോക്ക്. കൺട്രോളാണ് ഇവിടുത്തെ പ്രശ്നമേ. അതാ ഓക്കെ ഇപ്പൊ കൺട്രോൾ കിട്ടി. അല്ലേ ചില സമയം കൺട്രോൾ ഇട്ടാ ഭയങ്കര പാടാ കണ്ണാ. നമുക്ക് ഇറങ്ങിയാലോ? അല്ല ഞാൻ ഇവിടെ ബാത്റൂമിൽ ബാത്റൂമിൽ കയറിയല്ലോ. ഓക്കെ ഞാൻ പിക്കറങ്ങൂ. ഈ കഴിവേറി എന്നെ കൊണ്ട് ആഭാസത്തരം ചെറ്റ വർത്താനം കാണിക്കാൻ വേണ്ടിട്ട്. നീ മുള്ളി തീർന്നിട്ട് വേണം എനിക്കൊന്ന് മുള്ളാൻ. അങ്ങനെയില്ല. അതല്ല നേരത്തെ ഫോണിൽ വിളിച്ചപ്പോ. പോയി പിന്നെ ജെനി എന്നാ ജനിച്ചത്? ഞാൻ ഒക്ടോബറാണോ? ഓക്കെ കണ്ണാ നിനക്കെന്തോ ഇറ്റിട്ടാണോ പോകുന്നത്? ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് വാടാ കഴിവേരി. എനിക്കിവിടെ ഒരു സെക്കൻഡ് നിന്നാ ശരിയാവൂലേ നീ? അതെ അപ്പോ പിന്നെ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞ ഇത് ഇത്രയും ഒരു ബർത്ത്ഡേ കേക്ക് വീട്ടിൽ വിളിച്ച് ഗിഫ്റ്റ് തരാൻ മാത്രം ഒരു ഇതാരും എന്നോട് ഇന്ന് കാണിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഒരു മിനിറ്റ് പറഞ്ഞിരുന്നോ? അല്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ഒരു ഫോൺ വന്നായിരുന്നേ. ഓ അങ്ങനെ ഓക്കെ അതെ. എനിക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എങ്ങനെ പറയുന്നറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഒരു ബർത്ത്ഡേ കേക്ക്, അതും ഒരു അപ്പാർട്ട്മെന്റിലും, അത് ഒരു ഒറ്റ മുറിയും ഒറ്റ ബാത്റൂമും ഉള്ള സ്ഥലത്ത് വെച്ച് ഒരാൾ തരുന്നത്. നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ. അതല്ല അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് ചെറിയ കൊച്ചു സന്തോഷങ്ങളാണ് ഇഷ്ടം, മനസ്സിലില്ലേ? അതായത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു ചെറിയ കാർ, ഒരു ചെറിയ ബൈക്ക്, ഒരു ചിന്ന വീട്, ഇത് ഇത്രയും പോലത്തെ മിനിമൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും.
അതെ അപ്പൊ meaning ആവുന്നു. അല്ല ഡബിൾ മീനിങ് അല്ല, ശരിക്കും ഇത് ശരി ഇതുപോലത്തെ ചെറിയ കുട്ടി വീട് അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. Okay, okay. അപ്പോ എനിക്ക് ഏറ്റവും വലിയ എന്റെ മുരളിയാണ്. പിന്നെ ഇവിടെ എന്നെ കൊണ്ടുവന്നത് ഈ നാരി കണ്ണാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക്, വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാനും പിന്നെ ആ കുട്ടിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണ്. ആണോ? ആ അതെ അതെ അതെ. നിങ്ങള് അല്ല ഇത് ചെയ്തിട്ട് അതെ കണ്ണാപ്പി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. കണ്ണാപ്പി വളരെ മോശമായിട്ട് ആണ് സത്യം പറഞ്ഞ കുട്ടിയെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കറിയാം എത്ര മോശപ്പെട്ട ഒരു കുട്ടിയെ നന്നാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. മനസ്സിലായില്ലേ? കണ്ണാപ്പി എന്താ പറഞ്ഞേ? കണ്ണാപ്പി പറഞ്ഞു അത് കുട്ടിയുടെ സൗണ്ടിനെ പറ്റി എന്തോ സംസാരിക്കുന്നുണ്ടായി കണ്ണാപ്പി. പിന്നെ ഈ വീട്ടില് വിളിച്ചുകൊണ്ട് വന്ന് ഒറ്റയ്ക്ക് റൂമിൽ കയറ്റിയിട്ട് എന്തൊക്കെയോ അനാവശ്യമായി കുറെ കാര്യങ്ങൾ. എനിക്ക് പക്ഷെ ഞാൻ ഒരു മാന്യനാണ്, അറിയാലോ. അറിയാം. അപ്പോ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിൽ യോജിച്ചു പോകുന്നില്ല. അപ്പോ കണ്ണാപ്പി എന്നെ വിളിച്ചു പറഞ്ഞു ബോസിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. പിന്നെ കണ്ണാപ്പി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇവൻ ഒളിക്യാമറ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്നാ സ്വന്തം ക്യാമറ പുറത്ത് കാണുന്നുള്ള ബുദ്ധി പോലും ഇല്ലാത്തൊരു ബുദ്ധിയില്ലാത്ത ഒളിക്യാമറ സ്പെഷ്യലിസ്റ്റ്. അതെ. അത് പറയുമ്പോ ചിലപ്പോ അവൻ ക്യാമറ മാറ്റും. അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. ഒറ്റ തന്തയ്ക്കല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. മാറിക്കോളും ഒരു 5 ഉള്ളിൽ ഒരു 5 തന്ത ശരിക്കും വെളി വരുമ്പോ മാറിക്കോളും. ഇതെങ്ങനെയാണ് എടാ കണ്ണാപ്പി വീഡിയോ എടുക്കുന്നതാ, നിങ്ങളാരും കണ്ടില്ലേ? ഇവൻ വെളിയിരുന്ന് കണ്ണാപ്പി കലവിട്ടായിരുന്നു തിന്നെ വീരുന്നു. കണ്ണാപ്പി നിന്റെ ക്യാമറ തള്ളിയിരിക്കുന്ന നിനക്ക് തള്ളിയിരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ആ ക്യാമറയെങ്കിലും ഉണ്ടല്ലോ കണ്ണാപ്പി. ഞാൻ കൈ പൊക്കിയപ്പോഴാണ് ഞാൻ കണ്ടേ. അയ്യോ എനിക്കൊന്ന് കണ്ണാപ്പി ബാത്റൂമിൽ കയറിയ സമയത്ത് സോപ്പിലെങ്ങനെ കാല് ചവിട്ടി. ഇവൻ ചത്തോ? ചത്തു. ഓ ഭാഗ്യം. ചത്തില്ലെങ്കിൽ ഒന്നും കൂടെ വെടിവെച്ച് കൊന്നു നോക്കട്ടെ. ചത്തെങ്കിൽ കണ്ണ വെടിവെച്ച് കൊന്നു നോക്കട്ടെടാ. ചത്തു ഇപ്പൊ ശരിക്കും ചത്തു. പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. ചത്ത ശവത്തിന് എന്തിനാ കൂട്ടിരിക്കുന്നേ? ഹാക്കു കുട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ $50 Canadian. ഹാക്കു താങ്ക് യു സോ മച്ച് ഡാ. എടാ ഹാക്കു ഒക്കെ വലിയ ആളായി കേട്ടോ. അപ്പൊ സാലറി ഒക്കെ വാങ്ങിച്ച് വലിയ ആളായി. ഹാക്കു താങ്ക് യു സോ മച്ച്. ഹലോ പറഞ്ഞോ. നമ്മളെ കൂടെ വന്നൊരു പയ്യൻ മരിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇനി റൂമിൽ നിന്ന് എടുക്കണോ? വേണ്ട ബോഡി അത് എത്തിച്ചേക്കും. അത് നമ്മളെ നാട്ടിൽ എത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവം കുളിക്കുന്നതിന്റെ ഇടയിൽ കാല് വഴി കക്കൂസിനകത്ത് തല പോയി കുടുങ്ങി ചെറുതാ. അതുകൊണ്ട് പ്രശ്നമില്ല. തീട്ട ചവയിരിക്കും തലയ്ക്ക്, നല്ല സ്മെല്ലായിരിക്കും. അപ്പൊ ഇനി ഇങ്ങോട്ടേ, എനിക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ആ റൂമിൽ കുടുക്കിയിട്ട് നമ്മൾ തമ്മിലുള്ള അനാവശ്യമായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നോക്കിയതാണ് ശരിക്കും കണ്ണാപ്പി. സത്യം. അപ്പൊ ആലോചിച്ച് നോക്കണം ജെനി. അത് എങ്ങനെ ജെനിയുടെ പൂച്ചറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയോ അവൻ. പക്ഷേ ആ സമയത്ത് എന്റെ ഒരു ബുദ്ധി കൊണ്ടാണ് ഞാൻ ജെനി രക്ഷപ്പെടുത്തിയത്. അതിന് നന്ദിയൊന്നും വേണ്ട. താങ്ക് യു സോ മച്ച്. ഓക്കെ ജെനി. അപ്പോൾ പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ജെനി. താങ്ക് യു സോ മച്ച്. ഇല്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. നന്ദിയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ 2 നടന്നില്ലേ? ആവശ്യമില്ല നടന്നില്ലേ? എല്ലാ കാര്യവും നടന്നില്ലേ? ഫ്രീ ആണെങ്കിൽ വിളിക്കുക കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി ഫ്രീ ആവേണ്ടി വരും ഉടനെ. ഞാൻ വിളിക്കുന്നുണ്ട് എന്തായാലും. മണി മുല്ലാക്ക കേര്. തങ്കം കേര്. ഹലോ കേറിക്കോ. അതിന് കേറുന്ന വഴി ചെറുതായതാ. പക്ഷെ വിശാലമായ സ്ഥലമുണ്ട് കിടക്കാൻ. അതല്ലേ അവന്റെ തല അതിനകത്ത് വിട്ടുപോയത്.